നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു. ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. ഈ ആഴ്ച നാം ചർച്ച ചെയ്യപ്പെടുന്ന വാരം 1201 കന്നിമാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. 2025 ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. നാം ഈ വാരഫലങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥാനം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഈ വാരം മേടത്തിലും ഇടവത്തിലും ഗ്രഹങ്ങളില്ല. മിഥുനത്തിൽ വ്യാഴമാണ്. ചിങ്ങത്തിൽ ശുക്രനും കേതുവുമുണ്ട്. കന്നിയിൽ ആദിത്യനും ബുധനും നിപുണയോഗം ചെയ്ത് നിൽക്കുന്നു. തുലാം രാശിയിൽ ചൊവ്വയുണ്ട്. ചന്ദ്രൻ 9-ാം ഭാവത്തിൽ ധനുവിൽ നിൽക്കുന്നു. രാഹു 11-ാം ഭാവത്തിലും ശനി 12-ാം ഭാവത്തിലും നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഈ വാരത്തെ നാം ചർച്ച ചെയ്യുമ്പോൾ കന്നിമാസം 15-ാം തീയതി ഒക്ടോബർ 1-ാം തീയതിയത്തെ ഗ്രഹസ്ഥിതി. ഈ ഒക്ടോബർ 1-ാം തീയതി ദിനത്തിൻ്റെ വിശേഷം അന്ന് നവമിയാകുന്നു. തലേന്നാൾ സെപ്റ്റംബർ 30-ാം തീയതി അഷ്ടമി തിഥി. അന്ന് രാത്രി നാം നമ്മുടെ പഠന സാമഗ്രികളും നാം ജോലി ചെയ്യുന്ന യന്ത്രങ്ങളും അല്ലെങ്കിൽ നമ്മളുടെ കർമ്മമേഖലയിൽ എന്തെല്ലാം ഉണ്ട് അതൊക്കെ തന്നെ പൂജിക്കുവാൻ തൻ്റെ പരിസരം, ഫാക്ടറി ആയാലും വീടായാലും വൃത്തിയായി ശുദ്ധീകരിച്ച് എല്ലാം തന്നെ അഷ്ടമി രാത്രിയിൽ നാം അവിടെ വിളക്കൊക്കെ വെച്ച് ദേവതകളെ ആരാധിച്ച് വരുന്നു. പിറ്റേന്നാൾ നവമിയിൽ അതിൻ്റെ പൂജാ പ്രവർത്തനങ്ങളൊക്കെ നാം ആരംഭിക്കും. അങ്ങനെ വിജയദശമി ദിനം ഒക്ടോബർ 2-ാം തീയതിയാണ്. കാലത്ത് എന്തു ചെയ്യുക? ഗ്രന്ഥമെടുപ്പും നമ്മുടെ പഠനങ്ങളും അപ്രകാരം തന്നെ നമ്മുടെ എല്ലാ സാധന സാമഗ്രികളും തങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ അവശ്യ വസ്തുക്കളുമൊക്കെ പൂജിച്ചതൊക്കെ എടുത്ത് വീണ്ടും ജോലി ആരംഭിക്കുക. വളരെയധികം ഭക്തിയോടുകൂടിയാണ് ലോകത്തിലുള്ള എല്ലാവരും, ഹൈന്ദവർ ഒക്കെ തന്നെ ഈ അഷ്ടമി, നവമി, ദശമി ഒക്കെ ആചരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ വാരത്തിൽ വരുന്ന നവമി, ദശമി ദിനങ്ങൾ സമ്പൽ സമൃദ്ധമായി ഒരു പുതിയ ആരംഭത്തിന് തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. ആദ്യം തന്നെ ഇനി നമുക്ക് വാരഫലത്തിലേക്ക് വരാം. മകംപൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2-കാൽ നക്ഷത്ര സമൂഹം. ഈ വാരത്തിൽ ലഗ്നത്തിൽ ശുക്രനുണ്ട് മീനൻ രാശിയിൽ കേതുവോടുകൂടെ. 2-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 3-ൽ ചൊവ്വ, 5-ാം ഭാവത്തിൽ ചന്ദ്രൻ, 7-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ ശനി, 11-ാം ഭാവത്തിൽ വ്യാഴം. ഈ വാരം നല്ല നന്മകളുള്ള വാരമായിരിക്കും ചിങ്ങൻ രാശിക്കാർ. ലഗ്നത്തിലെ ശുക്രൻ കർമ്മമേഖലയിൽ പുതിയ പല സൗഹൃദങ്ങളും വരും. തനിക്ക് വളരെയധികം പ്രാധാന്യം സ്ത്രീകൾ തരും. അന്യ സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന പല സൗഹൃദങ്ങളും ഈ വാരം പൂത്തുലയുന്ന സമയമാണ്. ദാമ്പത്യത്തിനുപരി അന്യ സ്ത്രീകളുമായുള്ള അടുപ്പങ്ങളായിരിക്കാം ഈ വാരത്തിൽ വളരെയധികം ശുഭകരമായി വരിക. സ്മരനിപുണ സുഖി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. തനിക്ക് കാമകലകളിൽ നൈപുണ്യം വരിക, താൻ സുഖമായിരിക്കുക. ശുക്രൻ മെറ്റീരിയൽ പ്ലാനറ്റാണ്, ഭൗതിക സുഖത്തെ പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ്. അതിനാൽ സ്ത്രീ സുഖം, പലപ്പോഴും ദാമ്പത്യത്തിലുണ്ടാകുന്ന സ്വസ്ഥതക്കപ്പുറത്ത് പല സ്ത്രീകളും തനിക്കൊരു സഹായിയായി അല്ലെങ്കിൽ തനിക്ക് സ്നേഹം വർഷിക്കുന്ന വാരമാണ്. അതിനാൽ ശ്രദ്ധിക്കണം, ദാമ്പത്യത്തിൽ കലഹമില്ലാതെ ശ്രദ്ധിക്കുക. പലപ്പോഴും അകന്നു നിൽക്കുന്ന ഭാര്യമാർ ഇദ്ദേഹത്തിന് പുതിയ സ്ത്രീ സൗഹൃദമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷ സൗഹൃദമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് ഡൈവേഴ്സിലെത്തുന്ന വാരം കൂടിയാണ്. വളരെ ശ്രദ്ധിച്ചിട്ട് കാശ് ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ധനം നശിക്കും. 2-ലെ സൂര്യൻ അപ്രകാരം പറഞ്ഞിരിക്കുന്നു. വരാഹമിഹിര ആചാര്യൻ ഭൂരിദ്രവ്യോ നബഹൃതധനി ഭക്തരോഗി ദിദിയെ. തനിക്ക് ധാരാളം ധനമുണ്ടാകും, പക്ഷേ രാജാവ് തൻ്റെ ധനം കൊണ്ടുപോകും. അതിനാൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക. 2-ലെ ബുധൻ വളരെയധികം ധനത്തെ പ്രദാനം ചെയ്യും. ധനം ധാരാളം വരും. അത് അപ്രകാരം തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് നശിച്ചു പോവുക, അനാവശ്യമായി കടക്കെണിയിൽ പെട്ടുപോകും. പലപ്പോഴും 3-ൽ നിൽക്കുന്ന ചൊവ്വ എടുത്തു ചാടി പല തീരുമാനങ്ങളും എടുക്കും. 3-ലെ ചൊവ്വ അങ്ങനെയാണ്. മതിവിക്രമവാൻ തൃതീയകെ അർക്കെ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ബുദ്ധിയും വിക്രമവും. പക്ഷേ ചൊവ്വ ആവേശം കൂടുതലുള്ള ഗ്രഹമാണ്. അതിനാൽ പല കാര്യത്തിലും പെട്ടെന്നുള്ള എടുത്തുചാട്ടം നമുക്ക് ധനനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. പുത്തൻ സന്താനങ്ങൾക്ക്, യുവതി യുവാക്കൾക്ക് വളരെ അനുകൂലമാണ്. യുവതികൾക്ക് ഗർഭം ധരിക്കാം. അപ്രകാരം തന്നെ അതിനുവേണ്ട ചികിത്സകൾക്കൊക്കെ ഈ വാരം ഏറ്റവും നല്ലതാണ്. നല്ല ആശുപത്രിയിൽ നല്ല ഡോക്ടറെ കണ്ട് തീരുമാനിക്കാം നിങ്ങളുടെ സന്താന വിഷയങ്ങളൊക്കെ തന്നെ. അപ്രകാരം പ്രായമുള്ള മുത്തച്ഛനും മുത്തശ്ശിക്കും തങ്ങളുടെ മക്കൾക്ക്
പുത്തൻ സന്താനങ്ങളെ തങ്ങളുടെ മക്കളെ കാണാൻ വലിയ ഭാഗ്യമുണ്ടാകാം. അതിനൊക്കെ തന്നെ ഈ വാരം വളരെ അനുകൂലമാണെന്ന് അറിയുക. ഇവിടെ അഷ്ടമത്തിലെ ശനി ദാമ്പത്യ ഐക്യത്തിന് വേണ്ടി ദാമ്പത്യ ഐക്യ പുഷ്പാഞ്ജലി ചെയ്യുക, ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യാം. അപ്രകാരം തന്നെ ദാമ്പത്യം മുട്ടി ചെയ്യുക നാളികേരം കൊണ്ട്. എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.